അതിനാ ഞാൻ പറഞ്ഞത്. ഇയാളിപ്പോ എന്താ കൂടെ കാട്ടുന്നത്? ഇതേതാ സാഹചര്യം? നിങ്ങളിപ്പോ യൂറോപ്പിക്ക് എത്തിയോ? ചോദ്യത്തിന്റെ സാഹചര്യാണ്. ഈസാ നബിയാണ് ചർച്ച. എന്തേ നിങ്ങളെ തൊള്ളിക്കൂടെ മഹാനായ റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം പറയാനെന്താ പടി? മൂപ്പര് ഫയലും കൊണ്ട് വന്നേക്കുക. മക്കാ മുശ്രിക്കുകളെ വേണ്ട. മൂപ്പര് സങ്കടം എന്താണോ? മൂപ്പര് കുറെ മാറ്റർ ഉണ്ടാക്കിയെത്തിന്. രാത്രി കുത്തിരുന്ന് മുതലാളിന്റെ അടുത്ത് കുത്തിരുന്ന് ഒരുപാട് മാറ്റർ ഉണ്ടാക്കിയെത്തിന്. പാവം അതൊന്നും പറയാൻ കഴിയാതെ പോയി. ഈ മുസ്ലിയാർ വല്ലാത്ത പെടുത്തിയത്. അതുകൊണ്ട് ഇത് പറഞ്ഞു തീർക്കണല്ലോ. ചോദ്യത്തിന്റെ സന്ദർഭം മറന്നുപോയി. ചോദ്യം എന്താ സുഹൃത്തെ? ഈസാ നബി അലൈഹിസ്സലാം യാ മുഹമ്മദ് എന്ന് മുത്തുനബിയുടെ ഖബർ ശരീഫിന്റെ അടുക്കൽ വന്ന് വിളിക്കുമെന്ന് ത്വാഹ റസൂലുള്ളാഹി. അതിന് ഉത്തരം ചെയ്യുമെന്ന് ത്വാഹ റസൂലുള്ളാഹി. തീർക്കാണോ അല്ലേ? പറഞ്ഞു കൊടുക്കും. നാളെ മുതൽ ആദർശ കേരളം നിങ്ങൾ ആദർശപരമായി വിചാരണ ചെയ്യുക തന്നെ ചെയ്യും. ഖുർആൻ ഓതിയിട്ട് ഇവിടെ ഹദീസ് പറഞ്ഞിട്ട്, അല്ലാഹുവിന്റെ ഖുദ്സിയായ ഹദീസ് പറഞ്ഞിട്ട്, പോരാത്തതിന് ഈസാ നബിന്റെ സംഭവം പറഞ്ഞിട്ട് തൊടാൻ പോലും കഴിയാതെ ഇവിടെ മക്കാ മുശ്രിക്ക് എന്നും പറഞ്ഞ് ഇട്ടാവട്ടത്തിൽ കളിക്കുന്ന നിങ്ങളെ ആദർശ കേരളം ആദർശപരമായി വിചാരണ ചെയ്യുക തന്നെ ചെയ്യും. ഇനി മക്കാ മുശ്രിക്ക് ആരാ? മക്കാ മുശ്രിക്ക് മക്കാ മുശ്രിക്കിന്റെ മൗലിദ് ഓതാൻ വന്നിരിക്കുക. അതാതു ഫമഅബൂദുഹും പഠിച്ചോ? മക്കാ മുശ്രിക്കീങ്ങളുടെ മഅബൂദ്, അവരാരാധിക്കുന്ന സാധനം, അല്ലദീ അബദൂഹു ലൈസ ഹുവ അല്ലാഹ്, അത് അല്ലാഹനെയല്ലായിരുന്നു അവരാരാധിച്ചിരുന്നത്. വഇൻ സമ്മൗ ബിഹി, അല്ലാഹ് അവര് പേര് പറയുന്നുണ്ടെങ്കിൽ ശരി. അല്ലാഹ് പറയുന്നുണ്ട്. നിങ്ങളും പറയില്ലേ സലഫികളാണ്? ഈ പുഞ്ചാക്ക് പഞ്ചാര ചാക്കുന്ന പേരിട്ടോണ്ട് സാധനം മാറും മൗലവി. അവര് അല്ലാഹ് പേര് പറഞ്ഞാലും അത് യഥാർത്ഥ അള്ളയിൽ അവര് വിശ്വസിച്ചിരുന്നില്ല. ഫഇദൻ മാ അറഫുല്ലാഹ സുബ്ഹാനഹു, അപ്പോൾ അവര് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മനസ്സിലാക്കിയിരുന്നില്ല. ആരാ പറഞ്ഞത്? കെ.എം. മൗലവിയല്ല, സാദർ മൗലവിയല്ല, ഇമാമുൻ നവവി ശറഹ് മുസ്ലിം. നിങ്ങളെ വിചാരണ ചെയ്യൂലേ ജനങ്ങള്? നിങ്ങളെ വിചാരണ ചെയ്യൂലേ? ശറഹ് മുസ്ലിമാ പറഞ്ഞത്. ഇനി ഫയൽ കൊടുത്തു പോരി. അതുകൊണ്ട് ചോദ്യം, എന്റെ ഒന്നാമത്തെ ചോദ്യം അവിടെ കിടക്കുന്നു. തൊട്ടില്ല നിങ്ങൾ. മക്കാ മുശ്രിക്ക് അത് ഇത് പറഞ്ഞിട്ട് വേദ പറഞ്ഞു പോയി. 2, മഹാനായ റൂഹുല്ലാഹി ഈസാ നബി തങ്ങൾ മഅബൂദാവുകയില്ലെന്ന് നാളെ പരലോകത്ത് നിന്ന് പ്രഖ്യാപിക്കുന്ന റൂഹുല്ലാഹി ഈസാ അവിടുന്ന് പോകുന്നു. എങ്ങോട്ട്? മുത്തുനബിയുടെ ഖബർ ശരീഫിന്റെ അടുക്കലേക്ക്. യാ മുഹമ്മദ് ദയനീയമായി പോയി. ചുരുങ്ങിയത് മുതലാളി പറയണേ ഒരു പിറ്റി മറുപടി ഉണ്ട് അവിടെ. പിന്നെ ഇപ്പോ ഇമാം നബവി എന്തു പറഞ്ഞു? അവരാരാധിക്കുന്ന അള്ളാഹ് നമ്മൾ ആരാധിക്കുന്ന അള്ളയല്ല. അപ്പൊ ഒരു അള്ളാഹ് വിളിച്ചപ്പോ നേരത്തെ റാസി പറഞ്ഞു, പാവ റാസി ഇവരെ പോലത്തെ ഒരു മൂലയിലുട്ടിയായി. അപ്പൊ റാസി ആരനെ തള്ളി? ഇമാം നബിനെ തള്ളി അല്ലേ? നിങ്ങൾ ഇമാം നബി പറഞ്ഞൊക്കെ നിങ്ങൾ എടുക്കുന്നുണ്ടോ? നിങ്ങൾ എത്ര കാര്യങ്ങളോ പറയണ്ടേ? നിങ്ങൾ ഇമാം നബി, നിങ്ങൾ ഇന്ന് ഉദൂന്റെ അവയവങ്ങൾ കഴുകുമ്പോഴുള്ള പ്രാർത്ഥന അദ്ദേഹം പറഞ്ഞതോ ഇതില അസ്ലലഹു. നിങ്ങൾ ഇന്ന് അയാളെ തോട്ടക്ക് വിളിച്ചിരുന്നില്ല, അല്ലെങ്കിൽ ഉദൂന്റെ അവയവം എടുക്കുമ്പോൾ പ്രാർത്ഥന ഉള്ളത് അത് മിൻഹാജിൽ പറഞ്ഞതാ. അല്ലദ്കാരിൽ എന്താ അദ്ദേഹം പറഞ്ഞതറിയോ? അള്ളാന്റെ റസൂലിന്റെ പ്രവൃത്തിയിൽ നിന്ന് ഒന്നും സ്ഥിരപ്പെട്ട് വന്നില്ല. അതുകൊണ്ടാണ് മൂപ്പരത് ഒഴിവാക്കിയത്. ഇമാം നബി റഹിമഹുല്ലാ പറഞ്ഞ ആ സംഗതിയെ സംബന്ധിച്ചിപ്പോ റാസിയുടെ അഭിപ്രായ പ്രകാരം റാസി മൂപ്പരെ തള്ളി. മൂപ്പര് പറഞ്ഞെന്താ? വമാ അത്ലഖു ലഫ്ളല്ലാഹ് അലാ അഹദിൻ സിവല്ലാഹ്. അള്ളാഹുവിന് പുറമെ ഒരുത്തരെയും മക്കത്തെ മുസ്ലിങ്ങൾ അള്ളാഹ് എന്ന് വിളിച്ചിട്ടില്ല. പിന്നെ സുമ്മലൈൻ ഖാമല ഖബരി, ഞാൻ പറഞ്ഞു, ഞാൻ കൃത്യമായിട്ടത് വിശദീകരിച്ചു. എങ്ങനെ? ഒന്നാമത്തെ ഞാൻ പറഞ്ഞിരുന്നു, ഈ ഹദീസ് ഇപ്പോ നിങ്ങളെ തലമൂത്ത ഒരൊറ്റ പണ്ഡിതന്മാരും മനസ്സിലാക്കണം. നിങ്ങള്
നൗഷാദ് അഹ്സനി വരുന്നത് വരെ ഇവിടെ മുജാഹിദ് പ്രസ്ഥാനത്തോട് നിങ്ങൾ സംവാദം നടത്തിയിട്ട് നിങ്ങൾ ഒരൊറ്റ തലമൂത്ത പണ്ഡിതന്മാരും ഇത് ഇസ്തിഗാസക്ക് തെളിവാണെന്ന് നിങ്ങൾക്ക് സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല, കൊണ്ടുവന്നിട്ടില്ല. അവരത് കണ്ടിട്ടില്ല. പിന്നെ ഇതില് സഹോദര, ഇത് പറയുന്ന ഈ ഹദീസ് ഉണ്ട്, അത് വ്യത്യസ്തമായ സനദിലൂടെയും വ്യത്യസ്തമായ മത്തിലൂടെയും വന്നൊരു സംഗതിയാണ്. ഇതിൽ പറഞ്ഞു കേട്ടോളൂ. നിങ്ങൾ ഇവിടെ ഉദ്ധരിച്ച സുമ്മല ഇൻ ഖാമ അലാ ഖബരി ഫഖാല യാ മുഹമ്മദ് ലഉജീബന്നഹു എന്ന് പറയുന്ന ഇതിൽ കൃത്യമായിട്ട് അവ്യക്തതയുണ്ട്. ഞാൻ വർഷം കൃത്യമായിട്ട് പറഞ്ഞു തിരിക്കേണ്ട പറയുന്നത് നിങ്ങൾ തിരിച്ചിട്ട് പാസ്സാവൂല. എന്താണ് ഈസാ നബി അലൈഹി സ്വലാം എന്ന് പറയുന്നത് എന്നുള്ള അവ്യക്തതയുണ്ട്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയുന്നത് എന്താണെന്നും അവ്യക്തതയുണ്ട്. എന്നാൽ ഇത് മറ്റൊരു സ്ഥാനത്തിലൂടെ കേട്ടോളൂ. ഒരു ഹദീസിനെ വിശദീകരിക്കുന്ന മറ്റേ ഹദീസ് സഹോദരൻ അതും പഠിച്ചിട്ടില്ല. നിങ്ങൾ ഇമാം ഷാഫി തങ്ങളുടെ ഉസൂലുകൾ നിങ്ങൾ വന്ന് വായിച്ചു പഠിച്ചു. നിങ്ങൾക്ക് സഹോദര ആയത്തിനെ വിശദീകരിക്കേണ്ടത് ആയത്ത് കൊണ്ടാണ്. ആ ആയത്തിനെ ഹദീസ് കൊണ്ട് വിശദീകരിക്കുമ്പോൾ ആ ആയത്തിനെ പൊളിച്ചു കളയലല്ല, അതിന് അനുകൂലമായിട്ടാണ് വേണ്ടത്. ഇന്നതുപോലെ ഹദീസിനെ വിശദീകരിക്കുന്ന ഹദീസ് കൊണ്ടാ. ആ ഹദീസിൽ കേട്ടോ എന്താ പറഞ്ഞത്? സുമ്മലൈൻ ഖാമ അലാ ഖബരി ഫഖാല യാ മുഹമ്മദ് എന്ന് പറയുന്ന ആ അവസാനത്തെ ജുംലയുണ്ടല്ലോ, അതിനെ പറ്റിയിട്ട് കേട്ടോ. വഖദ് അഖ്റജഹുൽ ബുഖാരി വ മുസ്ലിം വ ഗൈരിഹിമാ വ ഗൈറുഹുമാ മിൻ തരീഖ് സഈദ് ഇബ്നു മുസയ്യബ്. നിങ്ങൾ ചിരിക്കണേ, നിങ്ങൾ ബേജാറാവണ്ട, അതൊക്കെ കൃത്യമായിട്ട് ഇവിടെ വിശദീകരിക്കും കേട്ടോ. ഇമാം ബുഖാരി ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഈ ഹദീസിന്റെ മത്തിന് ചില വ്യത്യാസം വന്നിട്ട് അങ്ങനെയും വന്നിട്ട് ഇതിന്റെ കേട്ടോ. എന്നിട്ട് പറയുന്നത് എന്താ? വൽ ജുംലത്തുൽ അഖീറത്തു ലഹാ തരീഖുൻ ഉഖറ അൻഹു ബിലഫ്ളിൻ. കേട്ടോ, സുമ്മ ലഇൻ ഖാമ അലാ ഖബരി ഫഖാല യാ മുഹമ്മദ് ലഉജീബന്നഹു എന്ന് പറയുന്ന ആ ഹദീസിന്റെ അബൂ യഅല ഉദ്ധരിച്ചുള്ള ഹദീസിന്റെ അവസാനത്തെ ഭാഗത്തെ ജുംല മറ്റൊരു റിപ്പോർട്ടിൽ വന്നിട്ടുള്ളത് ഇങ്ങനെയാകുന്നു. എന്താണ്? സുമ്മ വലയഅതിയന്ന ഖബരി ഹത്താ യുസല്ലിമ അലയ്യ വല അറുദ്ദൻ അലൈഹി. എന്താ പ്രശ്നം? എന്താ അതിന് പ്രശ്നം? അതിനാ ഞാൻ ചോദിച്ചത്. നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ സഹോദരന്മാരെ, ഈ ഹദീസുകൾ ഒരൊറ്റ ഹദീസുകളും ഇന്ന് മൺമറഞ്ഞു പോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ച് ഇസ്തിഗാസ നമ്മൾ ജീവിച്ചിരിക്കുന്ന നമ്മൾക്ക് ഇസ്തിഗാസ ചോദിക്കാൻ തെളിവുണ്ടെന്ന് ഒരൊറ്റ ഹദീസിനെ പറ്റി പറഞ്ഞിട്ടില്ല. അതാണ് വലയഅതിയന്ന ഖബരി ഹത്താ യുസല്ലിമ അലയ്യ വല അറുദ്ദൻ അലൈഹി. അദ്ദേഹം എന്റെ ഖബറിന്റെ അടുത്ത് വരും, എന്നോട് സലാം പറയും, ഞാൻ സലാം മടക്കും. എന്താ പ്രശ്നം? അപ്പൊ ആ കാര്യങ്ങളൊന്നും ഇവിടെ വേണ്ട. പിന്നെ ഞാനൊരു കാര്യം ഉണർത്തുകയാണ്. ഖിയാമത്ത് നാൾ നടക്കുന്ന ഒരു സംഭവം, ഇത് ഖിയാമത്ത് നാൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരുന്ന ആ സന്ദർഭം, ഇതൊക്കെ മനസ്സിലാക്കിയ സ്വഹാബത്ത് ഞാൻ ചോദിച്ചു, ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന സ്വഹാബിനെ വിളിച്ച് ഇസ്തിഗാസ നടത്തിയിട്ടുണ്ട്, ഇന്ന ഇമാമികൾ നടത്തിയിട്ടുണ്ട് എന്നിവിടെ പറഞ്ഞു നോക്കണം നിങ്ങൾ. മൂപ്പരിപ്പോ വുളൂവിന്റെ മസാലയില വുളൂക്കെ മുറിഞ്ഞപ്പോഴേ ഇപ്പൊ മൂപ്പരുള്ള വുളൂവിന്റെ മസാലയില. ഇമാം റാദിനെ പഠിപ്പിക്കണം. ഇമാം റാദി പറഞ്ഞ വാക്കിന്റെ മൈനയാണ് ഇമാം നവവി തങ്ങൾ വിശദീകരിക്കണത്. ഫൈസൽ മൗലവിന്റെയും കായക്കൊടിന്റെയും പോലെയല്ല ഞങ്ങളെ ഇമാമിങ്ങള്. അതിനെ മൈന വിശദീകരിച്ചത് ഒരു പറയില്ല സലഫിയാള്. അതുകൊണ്ട് സലഫിയാളോ കുഞ്ചാക്കിന് പഞ്ചായത്താക്കിന് പേരിട്ട സാധനം മാറുമോ? പറയും. പക്ഷെ പറഞ്ഞതിൽ അവർക്ക് വിശ്വാസമില്ലായിരുന്നു. പഠിച്ചോ. അടുത്തത് ഹദീസൊക്കെ വന്നേക്കുക. വേറെ റിവായത്തുണ്ട്, 110 റിവായത്തുണ്ടായിക്കോട്ടെ. അൽബാനി വേറെ റിവായത്തുണ്ടെന്ന്, മറ്റേ വേറെ റിവായത്തുണ്ടെന്ന്, 110 റിവായത്തുണ്ടായിക്കോട്ടെ. 110 ഞങ്ങൾ അംഗീകരിച്ചു, ഇതും ഞങ്ങൾ അംഗീകരിച്ചു. എന്താ നിങ്ങൾക്ക് ഇത് സ്വീകരിക്കാൻ ഒരു മടി? ഇത് സ്വീകരിക്കാൻ നിങ്ങൾക്ക് എന്താണ് മടി? മറുപടി പറ. എന്താ പറഞ്ഞത്? ഇത് അൽബാനി ഹാദാ ഇസ്നാദുൻ ജയ്യിദുൻ, ഇത് വളരെ അതിശക്തമായ സനദാണ്. ഹനീഫ കായക്കൊടിയുടെ കിങ്കരന്മാരെ വെല്ലുവിളിക്കുന്നു. മുമ്പ് സീഹിയിലെത്താനി പറഞ്ഞ് മുങ്ങിയ മൗലവിയുടെ അനുയായികൾ ഞങ്ങളുടെ മുന്നിലിരിക്കുന്നു. ധൈര്യമുണ്ടോ നിങ്ങളെ മൗലവി പറഞ്ഞ വാദം ഒന്ന് ഏറ്റെടുക്കാൻ? ഖിയാമത്ത് നാളിൽ നടക്കണം. ഖിയാമത്ത് നാളിൽ എപ്പ നടന്നോട്ടെ, തീർക്കു വെച്ചോ ഖിയാമത്ത് നാളില്? നിങ്ങൾ എന്തൊക്കെ ഹാര് മാറിയിട്ട് പറയുന്നത്? നിങ്ങളെ മുതലാളി കാത്തിക്കണ്ടോ പൂസുങ്ങളെ? പിന്നെ മഹാനായ മജ്മഉസ് സവായിദിൽ ഉദ്ധരിച്ചു ഈ ഹദീസ്, റിജാലുഹു റിജാലു സഹീഹ്. ബുഖാരിന്റെയും മുസ്ലിമിന്റെയും റാവിമാരാ. ബുഖാരിന്റെയും മുസ്ലിമിന്റെയും റാവിമാരുടെ ജർഹും തഅദീലും നോക്കാൻ വന്നൊരു മുഹദ്ദിസ് ഇരിക്കണോളി. ഇനി കാണാൻ കിട്ടൂല കേട്ടോ. എന്നിട്ട് മൂപ്പര് പറയാ വേറെ റിവായത്തുണ്ട്, 110 റിവായത്ത് വെച്ചെടുത്തോ, ഒരു കുഴപ്പമല്ല. വളരെ വ്യക്തം. എന്റെ ചോദ്യം, ഉൻദുർനാ യാ റസൂലല്ലാഹ് എന്ന് വിളിച്ചാൽ നബിയെ അങ്ങയുടെ തിരുനോട്ടവും പരിഗണനയും ഉണ്ടാകണേ എന്ന് പറഞ്ഞാൽ മുശ്രിക്കാണോ? മുശ്രിക്കാണെന്ന് പറഞ്ഞില്ലേ നിങ്ങൾ? എങ്കിൽ പരിശുദ്ധ ഖുർആൻ ശിർക്ക് പ്രചരിപ്പിക്കുന്ന ഗ്രന്ഥമാണോ? തൊട്ടില്ല നിങ്ങൾ. മഹാനായ റൂഹുല്ലാഹി ഈസ
സ്വഹാബത്ത് മനസ്സിലാക്കിയോ? നമ്മൾ പറഞ്ഞു സ്വഹാബത്താക്കണ്ട, പ്രവാചകൻ തന്നെ മനസ്സിലാക്കി. നബി തങ്ങൾ മഅബൂദാകില്ലെന്ന് പരലോകത്ത് വെച്ച് പ്രഖ്യാപിക്കുന്ന റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം പോകുന്നു, ഇലാ ഹദ്റത്തി നബിയില്ല, എന്നിട്ട് പറയുന്നു യാ മുഹമ്മദ്, ഓ മുഹമ്മദ് നബിയേ. ചുരുങ്ങിയതേ മുതലാളിക്ക് അവിടെ ഒരു മറുപടി ഉണ്ട്, എന്ത്? അതില്ലെവിടെയാണ് ഇസ്തിഗാസ? എന്ത് പറഞ്ഞാലും അതിൽ ഇസ്തിഗാസ അല്ല എന്ന് പറയണ മുതലാളിന്റെ ന്യായം പോലും നിങ്ങൾ പഠിച്ചില്ല. ആരെയും കത്തിയതിന് അനീപകായ കൂടി നിങ്ങളെ കുണ്ടം വഴി തടിച്ചോട്ടു. എന്താ നിങ്ങൾ മനസ്സിലാക്കിയത്? അതുകൊണ്ട് രണ്ടാമത്തെ ചോദ്യം ഈസാ നബി അലൈഹിസ്സലാം, നിങ്ങൾ മറുപടി പറഞ്ഞില്ല. മൂന്നാമത്തെ എന്റെ ചോദ്യം, പാവം സാധു തെറ്റിദ്ധരിക്കുക. ഞാനിപ്പോ അത് ഹദീസ് ദഈഫാണെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ഒരു ഭാഗത്ത് പറഞ്ഞോ? ഞാൻ പറഞ്ഞ എന്താ? സുമ്മല ഇൻ ഖാമ അലാ, തെറ്റിദ്ധരിപ്പിക്കരുത്. ഹദീസ് സഹീഹാണെങ്കിൽ നിങ്ങളെ ഭാഗത്തിലെ തെളിവില്ല. അതിനാ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇത് ആര് മനസ്സിലാക്കി? ഇസ്തിഗാസല്ലാന്ന് ആർക്കണ്ട കേട്ടോ. ഇവിടെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു. ഇതിൽ ഞാൻ പറഞ്ഞ എന്താ? ഇതിൽ അവ്യക്തതയുണ്ട്. എന്തവ്യക്തത? ഹദീസ് സഹീ അവർക്കൊന്നും ഞാൻ പോകുന്നില്ല, ദഈഫാണോ സഹീഹ് അവർക്കൊന്നും ഞാൻ പോകുന്നില്ല. ഈ പറഞ്ഞതിൽ അവ്യക്തതയുണ്ട്. എന്താ അവ്യക്തത? ثم لئن قام على قبري فقال يا محمد لأجيبنه. പിന്നീട് നേൽ പറഞ്ഞിട്ടുള്ള വല ഉകസ്സിറന്ന സ്വലീബ ലയൻസിലന്ന ഈസ ഇബ്നു മറിയമ ഇമാമൻ മുഖ്സിതൻ വഹകമൻ അദലൻ ലയുകസ്സിറന്ന സ്വലീബ വലയഖതുലന ലഖിൻസീറ എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ കഴിഞ്ഞിട്ട് അവസാനം